മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നെങ്കിലും രാജി കത്ത് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ് യു വിൽ ബി ഹെൽഡ് അപ്പ് വിത്ത് ദ പോലീസ്. അന്തസ്സും ആഭിജാത്യമുള്ളതായി കമ്മ്യൂണിസ്റ്റുകാർ 1932, 1933, 1934, 1935, 1937 വരെ ഉണ്ടായിരുന്നു. ഏത് രൂപത്തിലായിരുന്നാലും ഇതൊക്കെ നശിപ്പിക്കാതെ നിങ്ങളെ കൊണ്ട് നശിപ്പിക്കാനല്ല എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരെ? സംശയമുണ്ടോ വെള്ളപ്പള്ളി അദ്ദേഹം? അതോ വെള്ളപ്പള്ളി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ മരുമക്കൾക്കോ സംശയമുണ്ടെങ്കിൽ തെളിവ് സഹിതം ഞാൻ തരാം. പ്രപഞ്ചത്തിന് താഴെയുള്ള ഏത് വിഷയങ്ങളെക്കുറിച്ചും ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉരുളയ്ക്കുപ്പേരി, അതാണ് ഈ പങ്ക്തിയുടെ പേര്. അതെ, ക്രൈം ചീഫ് എഡിറ്ററായ ഞാനും പ്രശസ്ത വാസ്തുശില്പി ജ്യോതിഷിയുമായ പാരുക്കിഴി വിജയനും പരസ്പരം നടത്തുന്ന ഉരുളയ്ക്കുപ്പേരി. ചോദ്യങ്ങൾക്ക് ഉത്തരം റെഡി, അത് ഉത്തരമായിരിക്കും. ഈ പരിപാടിയിൽ ആർക്ക് വേണമെങ്കിൽ ചോദിക്കാം, അതിന് ഉത്തരം റെഡിയായിരിക്കും. ഉരുളയ്ക്കുപ്പേരിയായി പാരുക്കിഴി വിജയൻ ഉത്തരം പറഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കടന്നപ്പള്ളി രാമേന്ദ്രനെ പിടിച്ചിരുത്തി ഗുരുദേവ നിന്ദ നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എന്താണ് പാരുക്കിഴി വിജയന് പറയാനുള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് തുടങ്ങാം. ഉരുളയ്ക്കുപ്പേരി. സ്വാഗതം. സ്വാഗതം. കേട്ടില്ലേ? കേട്ടു. അതായത് ഗുരുദേവ നിന്ദയല്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗുരുദേവനെ സ്മരിക്കുമ്പോൾ അവിടെ കണ്ടത് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രനെ പിടിച്ചിരുത്തി നമ്മളെ പിണറായി അദ്ദേഹം ആഴിക്കുന്നു. എന്താണ് കാരണം? അത് വളരെ സിമ്പിൾ അല്ലേ? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ കണ്ടാൽ ഊരിയെ പിഴയ്ക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി സഖാവ് കണ്ടിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് അങ്ങയുടെ ചോദ്യത്തിന് ഒരു മറുപടിക്ക് മുമ്പായിട്ട് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയാവാം. ഓം വാസുദേവം മഹാകായം പഞ്ചഭൂതശി ലോകരൂപിണ ലോപിണ ലോകശാസന ലോകൃഷ്ണ സർവകാര്യകാരണാർത്ഥം വാസുദേവം നമസ്തുതേ. സർവൈശ്വര്യപ്രദം ദേവം വാസുദേവം നമസ്തുതേ. സർവദോഷ നിവൃത്യർത്ഥം വാസുദേവം നമസ്തുതേ. സർവലോകദേവമായ വാസുദേവം നമസ്തുതേ. ഓം നമോ ഭഗവതേ ഹം വാസുദേവായ നമോ നമഃ. ഇത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മുടെ വിശ്വകർമാവും വാസ്തുശില്പിയുമാണ്. അതിൻ്റെ പിൻഗാമിയായിട്ട് വന്നത് ജീസസ് ക്രൈസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പിതാവിനും റസൂൽ എന്ന് പറയുന്നതായ നമ്മുടെ ഖുറാനിലെ പുരുഷന്റെ അച്ഛൻ്റെ അച്ഛനും മരപ്പണി തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന കാര്യം പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കുറച്ച് വിശ്വകർമ്മര് എന്ന് പറയുന്നത് ക്രിസ്ത്യാനി മുസ്ലിം എല്ലാവരും ഉൾപ്പെടും. അത് നശിപ്പിക്കാൻ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ രാജ്യം നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറ്റകളെല്ലാം കൂടെ 35 വർഷം വെസ്റ്റ് ബംഗാൾ ഭരിച്ചു. അവിടുത്തെ ആളുകളൊക്കെ എന്തൊക്കെയാണ് അനുഭവിച്ചത്? ഇവിടെ 12ാമത്തെ വർഷം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങള് അൻഡ്രയാറിന് വള്ളിയില്ലാത്ത രൂപത്തിലാക്കി. ഇനി 5 വർഷം കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളില്ലാത്ത അവസ്ഥയിലാണ് ചെന്നിരിക്കുന്നത്. പക്ഷേ ഇതാണ് ഭരണത്തിന്. പക്ഷെ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. പറയൂ. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം തെണ്ടികളാണെന്നും ചെറ്റകളാണെന്നും പറഞ്ഞ പ്രസ്താവനയോട് എനിക്ക് യോജിപ്പില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരായ ലക്ഷക്കണക്കിന് ആളുകൾ അത് സത്യസന്ധമാണെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കും. പക്ഷെ ചില നേതാക്കന്മാര് ഈ കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തത്തിൽ ഞാൻ തേജോവധം ചെയ്തതല്ല. അപ്പൊ ശരി, ഒരിക്കലും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തം തേജോവധം ചെയ്തില്ല. അന്തസ്സും ആഭിജാത്യമുള്ളതായി കമ്മ്യൂണിസ്റ്റുകാർ 1932, 1933, 1934, 1935, 1937 വരെ ഉണ്ടായിരുന്നു. അവർ പട്ടിണി കിടന്ന് മലമണ്ടയ്ക്ക് മെഴുകിരി കത്തിച്ചു വെച്ചിട്ടായിരുന്നു ഈ ഒരു പ്രസ്ഥാനം ഉണ്ടായിക്കൊടുന്നത് രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട്. എൻ്റെ പിതാവ് 1948 കാലത്ത് പാർട്ടി കാർഡ് ഉണ്ടായിരുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അന്ന് പാർട്ടിയെ നിരോധിച്ച കാലഘട്ടമായി. അന്ന് EMS അടക്കമുള്ള ആളുകളെ ഞങ്ങളെ തറവാട്ടിലും അടക്കം താമസിപ്പിച്ച് അതിന്റെ പേരിൽ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. അച്ഛൻ പിതാവ് വലിയൊരു തറവാട്ടുകാരനായതുകൊണ്ട് പോലീസ് വിളിച്ചൊന്നും പറ്റിയില്ല. എന്നാല്
ഉണ്ടായ സംഭവം അറിയാലോ? അറിയാം. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാൻ ഗ്രന്ഥങ്ങളിൽ കൂടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങ് എന്നെ എപ്പോൾ ക്ഷണിച്ചാലും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞ എനിക്ക് ജിൻഡോണി എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നത്. അതായത് EMS ഒരിക്കൽ അച്ഛനെ തേടി വന്നിരുന്നു 1980 വീട്ടില്. എന്തിനാ വന്നത് അറിയാൻ? അദ്ദേഹം പഴയകാല ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട്, പഴയകാല സ്ഥലങ്ങള്, അന്നത്തെ വ്യക്തികള്, അദ്ദേഹം എഴുതുന്ന പുസ്തകത്തിലേക്ക് വേണ്ടി പഠിക്കാൻ വന്നിരുന്നു. അങ്ങനെയുള്ളൊരു മഹനീയനായ EMSനെ പോലുള്ള ആളുകള് അദ്ദേഹത്തിന്റെ സ്വത്തുകളെല്ലാം പാർട്ടിക്ക് എഴുതി കൊടുത്താണെന്ന് അറിയാലോ? ഇപ്പോൾ ഉള്ള നമ്മളെ പിണറായി ചേട്ടനൊക്കെ അവർക്ക് എല്ലാവർക്കും സന്ദേശമായിട്ടുള്ള ഒരു 2 വരി കവിത അങ്ങോട്ട് തരികയാണ്. 2 വരി. ബഹുമാനപ്പെട്ട സഖാവേ പിണറായി വിജയ, അങ്ങും പി വിജയൻ, ഞാനും പി വിജയനായി. എൻ്റെ നന്ദയ്ക്ക് ഇതേവരെ മരിച്ചുപോയി. അത് രാജീവ് ഗാന്ധി എന്നാണ് അന്ത്യം ഉണ്ടായത്. അതേ ദിവസം തന്നെയാണ് എൻ്റെ പിതാവിന് വെടികൊണ്ടല്ല, സാധാരണ നോർമൽ മരണമായിരുന്നു. 1992 അദ്ദേഹം കുഴി കിടന്ന് തുമ്മാതിരിക്കാൻ കഴിഞ്ഞ ഒരു 2 വരി കവിത ചൊല്ലാം. ഈ ലോകത്തിൽ ഈ ചാനലുകളിൽ കാണുന്നവരില്ലാത്തൊരു അന്യോന്യം ഷെയർ ചെയ്തോണം. അത് ഞാൻ ആ കവിത ചൊല്ലാൻ പോകണം. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രതിപക്ഷമായിക്കോട്ടെ, ഭരണകക്ഷി ആയിക്കോട്ടെ, കേന്ദ്രമായിക്കോട്ടെ, സെൻട്രൽ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ഇത് അവർക്ക് വേണ്ടിയിട്ട് ഒരു സന്ദേശം. അത് മലയാളവും പറഞ്ഞുതരാം. ഭും ഭും പരിമളം നാസ്തി, പി പി അത് മധ്യമം, കുഷ് കുഷ് മഹാകഷ്ടം, നിശബ്ദം പ്രാണസങ്കടം. പറഞ്ഞുതരാം. ബും ബും വളിവിടുന്ന കാര്യമാണ്. പി പി അത് മധ്യമം, വലിയ കുഴപ്പമില്ല, സ്മെല്ല് വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. കുഷ് കുഷ് മഹാകഷ്ടം, ആർക്കും അവിടെ ഇരിക്കാൻ പറ്റില്ല, നാശമാണ്. നിശബ്ദം പ്രാണസങ്കടം, കാരണം ഇത് പിടിച്ചു വെക്കുമല്ലോ, ആസനത്തിൽ കൂടെ ആണല്ലോ ഇത് പോകുന്നത്. അത് പിടിച്ചു വെക്കുമ്പോണ്ടല്ലോ ആളിനുണ്ടാകുന്ന വെപ്രാളം, അവിടെ ഇരിക്കാനും പറ്റത്തില്ല, പുറത്ത് പോകാനും പറ്റില്ല, കാരണം ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പിടിച്ചു നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും അതാണ് നിശബ്ദം പ്രാണ സങ്കടം. ഇപ്പൊ പിണറായി വഴി പോകാനും പറ്റത്തില്ല, പിടിച്ചു നിർത്താനും പറ്റത്തില്ല, മധ്യമത്തിൽ നിൽക്കുക. ഈ കീഴ്ശ്വാസത്തെ പറ്റി ഇത്രയധികം താങ്കൾ പഠനം നടത്തിയെന്ന് അറിയുന്നത് പിണറായി പോലും ഇത്ര പഠിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. പിണറായി പറ്റി ഇതിനെ പറ്റി ആലോചിച്ചത് എങ്ങനെ പരിഹരിക്കാം എന്ന് പലതരത്തിൽ ചിന്തിച്ചും മറിച്ചും ഗുണിച്ചും കിഴിച്ചും ഒക്കെ നിങ്ങൾ നടക്കുന്ന സമയത്ത് അങ്ങ് പ്രശസ്ത ജ്യോതിഷി പാരിക്കുഴി വിജയൻ അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ കൃത്യമായി പഠിച്ച് പറഞ്ഞൊരു കവിത തന്നെ എഴുതി. നമസ്കാരം. ഇത് താങ്കളെ തേടി എന്തായാലും പിണറായി വിജയൻ വരുന്നു, ഉറപ്പ്. അയ്യോ വേണ്ടായേ, അങ്ങനെ പറയരുത്. അദ്ദേഹം ലോകത്തിലുള്ള സകല ജ്യോത്സ്യന്മാരെയും കണ്ട് പശുക്കൾ 6 പശുക്കളെ മേടിച്ചിട്ടുണ്ട്. ആ 6 പശുക്കളും ചത്തു വീണില്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം ചത്തു വീഴുന്നാണ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജ്യോത്സ്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ താങ്കളെപ്പോഴുള്ള അദ്ദേഹത്തിന് ഇന്നത്തെ അവസ്ഥ പഠിച്ചൊരു ജ്യോത്സ്യനെ തേടി വരും എന്നുള്ളത് ഉറപ്പ്. അത് ഒരു സംശയമാണ്. നിശബ്ദം പ്രാണസങ്കടം. അതിന്റെ സങ്കടം എന്താണെന്ന്, ആ സങ്കടം വയറ്റിൽ നിന്ന് പോയാൽ നശിച്ചു, പോകാതിരുന്നാൽ പുള്ളി നശിച്ചു, എന്നാൽ പുറത്തു പോയിരിക്കും. കാരണം ഈശ്വര ശിക്ഷയല്ല, നവദ്വാരങ്ങള് ഈശ്വര ശിക്ഷ പോയേ പറ്റൂ. അതോടുകൂടി ടീം അപ്പച്ചങ്കിടി. അപ്പച്ചങ്കിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗോവേണി വെച്ചിട്ട് തട്ടമ്പറമാണല്ലോ മച്ചിലേക്ക് അപ്പച്ചൻ കയറുക, അങ്ങോട്ട് പിടിച്ചതും ഏണി തന്നെയും ചെയ്തു, പിടി വിട്ടുപോയി. അപ്പച്ചൻ കുറ്റിമുത്ത താഴെ വീണു. അപ്പോ നമ്മുടെ ആ ചടങ്ങിൽ വെച്ചിട്ട് ഇപ്പൊ ആദ്യം നമ്മള് സംസാരിച്ചല്ലോ, വെള്ളപ്പള്ളി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു, പിണറായി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോകുമ്പോ അപ്പം തന്നെ താഴേക്ക് ഇറങ്ങി കൈ പിടിച്ചു. ആരെ? കടന്നപ്പള്ളി ഇറങ്ങി ഇരിക്കുന്നുണ്ട്. ഇത് അത് പറഞ്ഞു. അതിനകത്ത് വാസ്തുവിനകത്തൊരു കാര്യമുണ്ട്. ചില പശുക്കൾക്ക് ഗർഭം ഉണ്ടാകത്തില്ല. അതായത് കാളെ കയറ്റി വിട്ടാലും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്താലും ചില പശുക്കൾക്ക് ഗർഭം ഉണ്ടാകത്തില്ല. അങ്ങനെ പുതിയൊരു ഗർഭമായിട്ടാണ് കടന്നപ്പള്ളി വന്നിരിക്കുന്നത്. ഇപ്പൊ പ്രസവിച്ചേക്കാം. പാരൂക്കുഴി പറയുന്നു കടന്നപ്പള്ളി അല്ലെങ്കിൽ ഇച്ചിരിയുടെ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ ഏതായിരുന്നാലും ഏത് രൂപത്തിലായിരുന്നാലും ഒരു കാരണവശാലും ഈ മന്ത്രിസഭ ഇന്നലെ പത്തനംതിട്ടയ്ക്ക് ഒരു വക്കീൽ, ഇന്നല്ല മിനിഞ്ഞാന്ന് ഇന്ന് വെള്ളി ബുധനാഴ്ച ഒരു വക്കീൽ പറഞ്ഞു ഇവരെനിയും അങ്ങ് ഭരിക്കുമെന്ന്. ശരിയാണ്, ഭരിച്ചോട്ടെ.
ശരി, കേരളയിലോ എയർപോർട്ടുമായിട്ട് ഇറങ്ങില്ല എൻ്റെ പൊന്നു സഖാവ് പിണറായി വിജയ. ഞാൻ പറയാം, ജനസംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാസത്തിൽ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ 10 പേർക്ക് വീട് വെച്ച് കൊടുക്കുക. ഏതായാലും നമ്മുടെ ഈ മരടിലോ കരടിലോ എണ്ണെല്ലാം കൂടെ കിട്ടി 14 സെക്കൻഡ് കൊണ്ട് എത്രയോ കോടിയല്ലേ അടിച്ച് നാശപ്പെടുത്തിയത്. അതവർക്ക് വാടകയ്ക്ക് ഒരു തരുന്നുവെങ്കിൽ വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല് പോലെ തന്നെ മാസാമാസം കിട്ടുകയും ചെയ്യുന്ന കുറേ സാധുക്കൾക്ക് താമസമായിരുന്നു. അവർക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തയ്യൽക്കടയോ അല്ലെങ്കിൽ അതേ രൂപത്തിൽ പപ്പടം ഉണ്ടാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനോ ഈ പിന്നെ കുടുംബശ്രീ എന്നല്ല അതിൻ്റെ പേര്, യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് അയൽക്കൂട്ടമാണ്. 1120 കൊച്ചി രാജാവ് വിഭാവനം ചെയ്തതാണ് ഈ അയൽക്കൂട്ടം എന്ന് പറയുന്നത്. അത് വളരെ 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 വ്യക്തമായ രൂപത്തിൽ പിന്നെ മറ്റേതായി അതാക്കി ഇതാക്കി ആയാലും ശരി, ഏത് രൂപത്തിലായിരുന്നാലും ഇതൊക്കെ നശിപ്പിക്കാതെ നിങ്ങളെ കൊണ്ട് നശിപ്പിക്കാനല്ല എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടാണ് പറയുന്നത്. അച്യുതാനന്ദൻ കയറി ഇവിടെ കയറി ഉണ്ടാക്കി, 3-4 കയറി എല്ലാം നശിപ്പിച്ചു. പിണറായി വന്നു, ഫ്ലാറ്റുകളെല്ലാം ഇവിടെ തകർത്തു. എന്നാൽ ഈ പിണറായിയുടെ ഈ മന്ത്രിസഭ മിനിസ്ട്രി അല്ല, മിനിസ്ട്രി എന്ന് പറയുന്നത് സിവിൽ സർവീസുകാരാണ്. അത് ഓർത്തോണം, ഓരോ ജനതയെ ഓർത്തോണം. മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, മന്ത്രിസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ഒരു കൊട്ടയ്ക്കകത്തൊന്നും കൊള്ളുന്നതല്ല ഇത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് ആവശ്യം ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. അതില്ലേ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. മാർക്സിയൻ സിദ്ധാന്തത്തിൽ മാർക്സിന് ഒരു പ്രാവശ്യം കാര്യം അറിയാമോ? അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മരിച്ചു, ശവം അടക്കാൻ വേണ്ടി നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നു. അദ്ദേഹത്തിൻ്റെ ആ തണുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ കോട്ട് കൊണ്ട് വിറ്റിട്ട് ആ കുഞ്ഞിൻ്റെ ശവം അടക്കം നടത്തി. എന്നിട്ട് കരഞ്ഞു. ആ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് സഹധർമ്മിണി, അവിടുത്തെ ആ രാജ്യത്തെ ഫൈനാൻസ് മിനിസ്റ്ററുടെ പെങ്ങളാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വൈഫ്. അവിടെ പറയുന്നു, ഞാൻ നിങ്ങളൊരു മാക്സിനെയാണ് കണ്ടത്, അല്ലാതെ ഒരു കരയുന്നൊരു പുരുഷനെ അല്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ ചിന്തിക്കൂ, എന്നിട്ട് അതിന് നല്ല നല്ല നടപടിയിലേക്ക് കൊണ്ടുവരൂ. ഉണ്ടാക്കിയില്ലേ, സമ്പാദിച്ചില്ലേ, ഇനി എന്തിനാ? 15 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതെല്ലാം വിദേശ ഫണ്ടാക്കി വെച്ചിട്ടില്ലേ? ഇനി ഒരു കാര്യം കൂടെ പിണറായി അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നെങ്കിലും രാജി കത്ത് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ് യു വിൽ ബി ഹെൽഡ് അപ്പ് വിത്ത് ദ പോലീസ്. പക്ഷേ ആസനം താങ്ങിയാൽ താഴേക്ക് ഇറങ്ങിപ്പോയത് എന്താണെന്ന് കാര്യം പറഞ്ഞില്ല. ഗുരുദേവനേക്കാൾ വലിയ ആളായപ്പോ അദ്ദേഹം പ്രത്യേകിച്ച് കണ്ണൂരിലൊരു പരിപാടിയിൽ വെച്ച് എങ്ങനെ അയാള് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും? ഒരിടത്തും രക്ഷയില്ല. വെള്ളാപ്പള്ളിക്കും രക്ഷയില്ല, ഈ പറയപ്പെടുന്ന പിണറായിക്കും രക്ഷയില്ല. ഇനിയും വരാൻ വന്ന കടന്നപ്പള്ളി ആയിരുന്നാലും ഏത് പള്ളിയായിരുന്നാലും ഏത് അമ്പലമായിരുന്നാലും പോയി മക്കളെ, പോയി. ഗുരുദേവൻ എന്ന് പറയുന്നത് അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് പറയാം, ഈ ശശി തരൂര്, സഹാവ് കുഞ്ഞാലിക്കുട്ടി, സഹാവ് കെ കരുണാകരന്റെ മകൻ മുരളീധരൻ, BJPയിലെ സഖാവ് മുരളീധരൻ, ഇതെല്ലാം എങ്ങനെല്ലാം കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാലും മക്കളെ കൈവിട്ടുപോയി രാഷ്ട്രീയം. അങ്ങേയറ്റം 15-16 വർഷം കൂടി എൻ്റെ മരണത്തിന് മുമ്പ് രാഷ്ട്രീയം എല്ലാവരും ഇന്ത്യയിൽ നിന്ന് നിർമ്മാർജ്ജനമാകും. ഞാൻ മോദിജി मैं आपको भी बोल रहा हूँ, ज़्यादा 15 साल इसके आगे नहीं है पॉलिटिक्स, डेमोक्रेसी ज़्यादा नहीं है. तो इसीलिए मैं आपको बोल रहा हूँ, कभी भी जो भी करना है जनता के लिए, जो गरीबी है, जो गरीबी हटाने के लिए आप लोग कोशिश कर लीजिए. गरीबी हटाने से जो है ना, आपका पीछे आपका पाँव में पकड़ेगा पूरे का पूरे झंडा, भारत का झंडा. प्रणाम जी. അപ്പോഴേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കിടപ്പ് കണ്ടിട്ടേ അദ്ദേഹം ഗുരുദേവനെക്കാട്ടൊക്കെ വലിയ ആളായി, ഇപ്പം മുഖ്യമന്ത്രിയായി, ലോകം മുഴുവൻ ഇപ്പം പണമായി, പിന്നെ 2 മക്കള് എവിടേക്കോ എത്തി, പിന്നെ 40 കാറിലാണ് യാത്ര ചെയ്യുന്നത്.
അദ്ദേഹം എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കുക ഗുരുദേവന്റെ മുന്നിൽ? അങ്ങനെ ഗുരുദേവന്റെ മുമ്പിൽ എണ്ണീറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ ഐസസ് ഇത്രയും ചാടി കിടക്കുക, മൊത്തത്തിൽ പോയി. ഇരിക്കാനും വയ്യ, കിടക്കാനും വന്ന് നിൽക്കാനും വയ്യ, പോകാനും വയ്യ. പിന്നെ 5-6 കാറുകളുണ്ട്, കറുത്ത ബ്ലാക്ക് പെയിന്റ് ഉള്ള കുറെ കാറുകൾ MC റോഡിൽ കൂടെ പോകുന്നു, പിന്നെ തിരിച്ച് പിന്നെ NH ഹൈവേ കൂടെ പോകുന്നു. ഇരിക്കാൻ വയ്യ, കിടന്നാ പോകുന്നത്. പിണറായി അദ്ദേഹമേ, ഞാൻ ഒന്നുകൂടി പറയുന്നു, ഐസസ് അങ്ങയുടെ ഇനി എത്ര ഇഞ്ച് കണ്ട് മുറിച്ചെന്ന് പറഞ്ഞാലും ശരി, അത് മുറിച്ച് പോവുകയുള്ളൂ, ഒരു രക്ഷയില്ല, തിരിച്ചു കയറത്തില്ല. അതാണ് ഒന്നുകൂടെ പറയുന്നു. ബും ബും പരിമളം നസ്തേ PP അത് മധ്യമം, വലിയ കുഴപ്പമില്ല, വലിയ നാറ്റമില്ലാതെ പോയിരുന്നു. ആദ്യത്തെ 5 വർഷം. ഇപ്പോഴുണ്ട് കുഷ് കുഷ് മഹാകഷ്ടം. ഇപ്പോഴത്തെ മനുഷ്യരെ നിശബ്ദം പ്രാണസങ്കടം. ഇനി ഇത് വിടാനും വയ്യ, പിടിച്ചു നിർത്താനും പറ്റില്ല. എത്ര സമയം വരെ പിടിച്ചു നിർത്തും? താങ്കൾ OV വിജയനെ കടത്തിവിട്ടാണല്ലോ. ധർമ്മപുരാണം എഴുതി ചരിത്രം സൃഷ്ടിച്ച OV വിജയനെ അടക്കം കടത്തിവിട്ടിരിക്കുകയാണല്ലോ. അങ്ങനെയല്ല, അതായത് നമുക്ക് കുറച്ച് പിന്നെ സത്യസന്ധമായിട്ട് കുറച്ച് ആത്മാർത്ഥമായിട്ട് ജീവിക്കണം വലിയ താല്പര്യം അങ്ങേക്കൊണ്ട് എനിക്കുണ്ട്. വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ദീർഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കോട്ടയത്തെ ദീർഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ നവാബ്, എൻ്റെ ഗുരുനാഥൻ നവാബ് രാജേന്ദ്രൻ, മറ്റേ കൃഷ്ണൻ നായർ തനിനിറം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. കൃഷ്ണൻ നായർ അദ്ദേഹം, നവാബ് രാജേന്ദ്രൻ അദ്ദേഹം, TP നന്ദകുമാർ എന്ന് പറയുന്ന രാജകുമാരൻ. ഈ 3 കല്ലുകളാണ് ഇന്ന് ഈ ദേശത്തിന്റെ രക്ഷിതാക്കൾ. ഈ 3 കല്ല് കൂടുമ്പോൾ ഏത് പാത്രം വെച്ചാലും വെള്ളമൊഴിച്ചിട്ട് തിളച്ചു കഴിഞ്ഞാൽ അത് ഏതും വേകും. അതല്ല എന്റെ ചോദ്യം, വെള്ളാപ്പള്ളിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ല, വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഗുരുദേവനേക്കാളും വലിയ ഗുരുദേവനാകാൻ ശ്രമിച്ച അവരുടെ സംഭവം പോയി. അല്ലല്ല, സംഭവിച്ചത് പുള്ളിയുടെ മരുമകളുടെ, അത് മകന്റെ ഭാര്യയുടെ കുണ്ടിക്ക് തൊട്ടു എന്നുള്ളതാണ് ഈ സ്വാമി. ആ സ്വാമിയെ കൊന്നു കുളത്ത് കളഞ്ഞു. അതോ നമ്മുടെ ശാശികാനന്ദന്റെ എല്ലാ സ്റ്റോറിയും ക്രൈമാണ് പുറത്തു കൊണ്ടുവന്നത്. അതെ, അദ്ദേഹം അധോലോക മാഫിയ കിങ് ആയിരുന്നു എന്നുള്ള കാര്യം കംപ്ലീറ്റ് ക്രൈമാണ് കൊണ്ടുവന്നത്. അതെ, അല്ല വേറെ പത്രത്തിനും ധൈര്യം ഉണ്ടായില്ല. അന്നൊരു പരമ്പര ഞങ്ങൾ ചെയ്തിരുന്നു. അതെ, ആ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ഒളിത്താവളങ്ങളിൽ അദ്ദേഹം സേവനം നടത്തിയതും അതിലുള്ള സ്ത്രീകളും അതൊക്കെ ആരൊക്കെയാണെന്നും ആ കേന്ദ്രങ്ങളും ഞങ്ങൾ ഫോട്ടോസ് സഹിതം പ്രസിദ്ധീകരിച്ചിരുന്നു. അങ്ങനെയാണ് പിണറായി, അന്ന് കരുണാകരനാണ് നമ്മുടെ ശാശികാനന്ദനെ വളർത്തിക്കൊണ്ടുവന്നത്. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന സാധനത്തെ ഇത്രയും പൊക്കിക്കൊണ്ടുവന്നതും ശാശികാനന്ദയാണ്. അവസാനം ശാശികാനന്ദനെ കൊന്നത് വെള്ളാപ്പള്ളിയാണ്. മോളെ മൂപ്പര് ഗൾഫ് പോയി, അവിടെയുള്ള കുടുംബ വഴക്ക് തീർക്കാൻ പോയി. പിന്നെ അവിടുന്ന് അടി കിട്ടി. പിന്നെ 2ആയി തിരിഞ്ഞ് ഒരുമിച്ച് പോയ വെള്ളാപ്പള്ളിയുടെ മോനും പിന്നെ ശാശികാനന്ദി തിരിച്ചു വന്നത് 2 വഴിക്കാണ്. അങ്ങനെയാണല്ലോ വരുന്നത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ക്രൈം എപ്പോഴും ഉണ്ടല്ലോ. ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്രൈം ചാനലല്ല, ഈ ക്രൈം ചെയ്തവനെ എപ്പോഴും എവിടെയും അവർക്ക് റൂട്ട് വേറെ മാറ്റിവിടുന്നു. പക്ഷേ എൻ്റെ ഈ നാളിതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്ത് തന്തയ്ക്കുറകാൻ എന്ത് പോക്കർത്തരം കാണിച്ചാലും അവിടെ ഒരു പൊട്ടോ പൊടിയോ ശേഷിക്കും. അത് ഈശ്വര നിയോഗമാണത്. അങ്ങനെ വന്ന് അദ്ദേഹത്തെ തന്ത്രപരമായ ആലുവയിലുള്ള നമ്മുടെ ഇതുണ്ടല്ലോ, അവരുടെ ഒരു ആസ്ഥാനം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുവന്ന് അങ്ങനെ അദ്ദേഹത്തിന് പാലില് പ്രമേഹത്തിൻ്റെ ഗുളിക കൊടുത്ത് കുളിക്കാൻ കൊണ്ടുപോകണം. അദ്ദേഹം കുളിക്കട വെച്ച് തലയ്ക്കടിച്ച് വെള്ളത്തിലേ തള്ളുന്നു. അയാൾ അഭ്യാസിയാന്നുള്ള ഈ നീന്തലിൽ ഭയങ്കര വിദഗ്ധനാണ്. പക്ഷെ അതെ പാലില് ഇത് കലക്കി കൊടുത്തോടെ അയാൾ ബോധമില്ലാതെ അങ്ങനെ അയാൾ മരിക്കുന്നു. ഇതാണ് സ്റ്റോറി. അത് ഒരു സ്ത്രീയാണ് ഈ പാലിൽ ഇത് കലക്കി കൊടുത്തതിനെ കുറിച്ച് അറിയാമോ? അവിടുന്ന് ആലുവയെന്ന് കൊടുത്തതും സ്നേഹത്തോടെ അതൊക്കെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിന് അവസാനത്തെ യാത്ര 10 ലക്ഷം രൂപയാ അവളുടെ ഷേപ്പ് സഹിതം ഞാൻ പറയാം. സംശയമുണ്ടോ വെള്ളാപ്പള്ളി അദ്ദേഹം? അതോ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ മരുമക്കൾക്കോ സംശയം ഉണ്ടെങ്കിൽ തെളിവ് സഹിതം ഞാൻ തരാം. സഖാവ്
പിണറായി വിജയൻ അങ്ങേക്കും ഇതിനകത്ത് വളരെ കൈയുണ്ടെന്നറിയാം. അത് ഈ പി വിജയൻ പാരുക്കുഴി വിജയൻ അറിയാം. ഇത് എവിടെ വെച്ചായിരുന്നു, എങ്ങനെയായിരുന്നു, ഏത് സാഹചര്യത്തിൽ കൂടിയായിരുന്നുള്ള എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അല്ല തെളിവുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെ കാര്യം ചെയ്യുക, തൽക്കാലം രാജി വെക്കരുത്. തൽക്കാലം രാജി വെച്ചാൽ within no time you will be held up with the special branch. അപ്പം നമ്മളിപ്പം ഈ ഉരുളക്കുപ്പേരിയിൽ ആദ്യത്തെ കൃത്യമായിട്ടുള്ള മറുപടി വന്നിരിക്കുന്നത് പിണറായി വിജയൻ ഇരിക്കാൻ പോയപ്പോൾ ഇരിക്കാൻ പറ്റാത്ത കാര്യം, നിൽക്കാൻ ശ്രമിച്ചപ്പോൾ നിൽക്കാൻ പറ്റാത്ത കാര്യം ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിലുപരിയായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്, അദ്ദേഹം രാജിവെച്ചാൽ അപ്പോൾ അറസ്റ്റിലാവും, പിന്നെ ജയിലിലേക്കും വാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ മറന്നിട്ടില്ല. ഫാമിലി സഹിതം സുഖവാസത്തിന് എന്തായാലും ജയിലിൽ പോകേണ്ടി വരും. അത് പിന്നെ ഇങ്ങോട്ട് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടെ പറയുന്നില്ല. അടുത്ത എപ്പിസോഡിലേക്ക് മാറാം. ഉരുളക്കുപ്പേരിയുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായി നമ്മുടെ പാരുക്കുഴി വിജയൻ കൃത്യമായി മറുപടി പറയും. ഉരുളക്കുപ്പേരിയിലേക്ക് നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ ഏത് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ഞാൻ തന്നിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ കാത്തു നിൽക്കുക. നന്ദി, നമസ്കാരം.